നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL പവർ റാങ്കിങ്ങിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ആദ്യ എപ്പിസോഡ് നമ്മൾ കളി തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടിരുന്നു. 2-ാമത്തെ എപ്പിസോഡ് എല്ലാ ടീമുകളും ഓരോ മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്തിരുന്നു. 3-ാമത്തെ എപ്പിസോഡ് എല്ലാ ടീമുകളും 2 മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞ ഈ സമയത്ത് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ടീമുകളും 2 മത്സരങ്ങൾ ഇന്നലെയാണ് പൂർത്തിയാക്കിയതെങ്കിലും ഭൂരിഭാഗം ടീമുകളും 3 മത്സരങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബാലൻസിങ്ങിൻ്റെ ഒരു പ്രശ്നം ഇതിലുണ്ട്. ചില ടീമുകൾ 2 മത്സരങ്ങൾ വെച്ച് വിലയിരുത്തേണ്ടി വന്നു, മറ്റു ചില ടീമുകൾ 3 മത്സരങ്ങൾ വെച്ച് വിലയിരുത്തേണ്ടി വരുന്നു. ഏതായാലും 3 മത്സരങ്ങൾ എല്ലാവരും പൂർത്തിയാക്കുന്ന മുറക്ക് നമ്മൾ അടുത്ത എപ്പിസോഡ് വീണ്ടും ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റാഫ്റ്റോ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, എല്ലാ IPLലും നമ്മളിങ്ങനെ തന്നെയാണ് ഈ പവർ റാങ്കിങ് ചെയ്യാറുള്ളത്. നിലവിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ടീമുകളുടെ എബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ഓരോ താരങ്ങളുടെയും മികവൊക്കെ ഇപ്പോൾ 2 കളി കൊണ്ട് മാത്രം പുറത്തു വന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അവതരിപ്പിക്കുന്ന നമ്മുടെ അഭിപ്രായത്തിലുള്ള പവർ റാങ്കിങ് ആണിത്. കിരീട സാധ്യത കൂടുതൽ ആർക്കാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓരോ കളി കഴിയുമ്പോഴും ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് പോയിൻ്റ് പട്ടികയല്ല. അവർ 2 കളി ജയിച്ചല്ലോ, മറ്റേ ടീം 1 കളി ജയിച്ചിട്ടല്ലേ ഉള്ളൂ, എന്നിട്ട് അവരെന്താണ് പോയിൻ്റ് പട്ടിക പവർ റാങ്കിങ്ങിൽ മുകളിൽ എന്നൊന്നും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇത് പോയിൻ്റ് പട്ടികയല്ല. കളി ജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പവർ റാങ്കിങ് കൊടുക്കുന്നതെങ്കിൽ, അത് മാത്രം നോക്കിയിട്ടാണെങ്കിൽ പിന്നെ പോയിൻ്റ് പട്ടിക തന്നെ അങ്ങ് അവതരിപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതല്ല, റാഫ്റ്റോക്സിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇതെങ്ങനെ നമ്മൾ അവതരിപ്പിക്കുന്നതെന്ന്. അല്ല, അതിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് പവർ റാങ്കിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് നിലവിലെ പോയിൻ്റ് പട്ടിക നമ്മളൊന്ന് ആദ്യം പരിശോധിക്കുകയാണ്. നിലവിൽ 4 പോയിൻ്റുള്ള 3 ടീമുകളാണുള്ളത്. ആ 3 ടീമുകളും 2 കളികളെ കളിച്ചിട്ടുള്ളൂ. RCB ആണ് അതിൽ ഏറ്റവും മികച്ച നെറ്റ് റൺ റേറ്റുമായിട്ട് നിൽക്കുന്നത്. +2.266 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. അതുകൊണ്ട് അവർ 1-ാം സ്ഥാനത്ത് വരുന്നു. PBKS +1.485 നെറ്റ് റൺ റേറ്റുമായിട്ട് 4 പോയിൻറ്റോടെ 2-ാമത് വരുന്നു. DC +1.320 നെറ്റ് റൺ റേറ്റോടെ 4 പോയിൻറ്റുമായിട്ട് 3-ാമത് വരുന്നു. ബാക്കി ടീമുകൾക്കൊക്കെ 2 വീതം പോയിൻറ്റുകളാണ്. നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ GT ആണ് 4-ാമത് വരുന്നത്, MI 5-ാമത്, LSG 6-ാമത്, CSK 7-ാമത്, SRH 8-ാമത്, RR 9-ാമത്, KKR 10-ാമത്. ഇതിൽ GT ഒഴികെയുള്ള മറ്റെല്ലാ ടീമുകളും 3 മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ്. താഴെ നിന്നാണ് സാധാരണ പവർ റാങ്കിങ് തുടങ്ങാറുള്ളത്. നിലവിൽ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത നമ്മൾ കൽപ്പിക്കുന്ന ടീമാണ് 10-ാം സ്ഥാനത്തുണ്ടാവുക. അതിനേക്കാൾ മികവുള്ള ടീം 9 വരും. പിന്നെ അങ്ങനെ മുന്നോട്ട് പോകും. 1-ാം സ്ഥാനത്തുള്ള ടീമിനാണ് നമ്മൾ കൂടുതൽ കിരീട സാധ്യത കണക്കാക്കുന്നത് എന്നർത്ഥം. ഏതായാലും 10-ാം സ്ഥാനത്ത് നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ് എപ്പിസോഡ് 2-ൽ 10-ാം സ്ഥാനത്ത് നിന്ന ടീം ഓർമ്മയുണ്ടോ? LSG ആണ്. ഇതവണയും നമ്മുടെ 10-ാം സ്ഥാനത്ത് പവർ റാങ്കിങ്ങിൽ വരുന്നത് LSG തന്നെയാണ്. ശരിയാണ്, 3 കളികൾ കളിച്ച് LSG 1 കളി ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ പരാജയത്തിലേക്ക് പോകുന്ന കാഴ്ച. SRHനെതിരെ അവർ മികച്ച വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം PBKSനോട് അതിനേക്കാൾ വമ്പൻ പരാജയം, 8 വിക്കറ്റിൻ്റെ പരാജയം ഏറ്റുവാങ്ങി. അവരുടെ ബൗളിംഗ് ഒന്നും അങ്ങ് ഏൽക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കുന്നു. 27 കോടിയുടെ മുതൽ ഋഷഭ് പന്ത് ഇതുവരെ തിളങ്ങിയിട്ടുമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റിൽ അവരുടെ ടീമിലുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവരിപ്പോഴും 10-ാം സ്ഥാനത്ത് തന്നെ വരുന്നു. പവർ റാങ്കിൽ 9-ാം സ്ഥാനത്ത്, കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 9 RR ആയിരുന്നെങ്കിൽ ഈ പവർ റാങ്കിൽ 9-ാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ CSK 7-ാമതായിരുന്നു. ഇപ്പോൾ വീണ്ടും അവർ തോറ്റിരിക്കുകയാണ്. 3 കളികൾ കളിച്ചിട്ട് ആദ്യ കളി ജയിച്ചു എന്നതൊഴിച്ചാൽ അടുത്ത 2 തോൽവികൾ, രണ്ടും വ്യത്യസ്തമായ രൂപത്തിലുള്ളതാണ്. RCBയോട് വമ്പൻ തോൽവിയായിരുന്നു. 50 റൺസിന് അവർ സ്വന്തം മൈതാനത്ത് ചെപ്പോക്ക് തോറ്റു. രാജസ്ഥാൻ റോയൽസിനോട് അവർ 6 റൺസിനാണ് തോറ്റതെങ്കിലും ആ കളിയിൽ ഒരിക്കൽ പോലും വിജയിക്കുമെന്നൊരു തോന്നലുണ്ടാക്കാൻ CSKക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അങ്ങനെ തുടരെ 2 തോൽവികൾ. CSKയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഓർഡറിലെ ബാറ്റിങ്ങിന് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഫിനിഷിങ് മികച്ച രൂപത്തിൽ ചെയ്യാൻ ഇനിയും അവർ ശ്രമിക്കേണ്ടതുമുണ്ട്. ബാറ്റിംഗ് ഓർഡറൊക്കെ തന്നെ ഇപ്പോഴും പൂർണ്ണമായിട്ടും അങ്ങ് ഫിക്സ്ഡ് ആയില്ലേ എന്ന തോന്നലും ഉണ്ടാക്കുന്നു. ഒരു കറക്റ്റ് കോമ്പിനേഷൻ ഇപ്പോഴും CSK കണ്ടെത്തിയിട്ടില്ല എന്ന തോന്നലുകൾ ഉണർത്തുന്ന മത്സരങ്ങളാണ് കടന്നുപോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കിരീട സാധ്യത ഒന്ന് താഴേക്ക് പോയി 9-ാം സ്ഥാനത്താണ്. ഇനി രാജസ്ഥാൻ റോയൽസ്, നമ്മുടെ പവർ റാങ്കിൽ 8-ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ്, 9-ാമതാണ് രാജസ്ഥാൻ റോയൽസ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ 8-ാം സ്ഥാനത്തേക്ക് വരുന്നു.
രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ അവർ വിജയിച്ച് കയറിയിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. 6 റൺസിനാണ് അവർ വിജയിച്ച് കയറിയത്. സ്റ്റിൽ അവരെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രകടനങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അതിനൊരു കാരണം യശസ്വി ജയ്സ്വാൾ ഇപ്പോഴും ഫോമിലേക്ക് ഉയർന്നിട്ടില്ല. സഞ്ജു ആദ്യ കളിയിൽ മികച്ച പ്രകടനം നടത്തിയെങ്കിലും പിന്നീടൊരു ബിഗ് സ്കോർ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സ്റ്റിൽ അവർ നേരിടുന്നു എന്നത് വ്യക്തമാണ്. CSKക്കെതിരെയുള്ള വിജയത്തിന് കാരണം നിതീഷ് റാണയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അവർ ചെയ്തു എന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പവർ റാങ്കിങ്ങിൽ രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ വരുന്നത് 8ാം സ്ഥാനത്താണ്. ഏതായാലും ഒരു സ്ഥാനം അവർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 7ാം സ്ഥാനത്ത് നമ്മുടെ പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്ത് വരുന്ന നിലവിലെ ചാമ്പ്യന്മാരായ KKR ആണ്. KKR കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്നത് 4ാം സ്ഥാനത്താണ്. അതിനു മുമ്പ് നമ്മുടെ ആദ്യ പവർ റാങ്കിൽ ഉണ്ടായിരുന്നത് 3ാം സ്ഥാനത്താണ്. അവർ താഴേക്ക് വീണിരിക്കുന്നു. കിരീട സാധ്യത ഒരല്പം വലിയ തോതിൽ തന്നെ കുറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. 7ാം സ്ഥാനത്തേക്ക് KKR വീഴുന്നു. KKR ഇപ്പോൾ പോയിൻ്റ് പട്ടികയിലുള്ളത് 10ാം സ്ഥാനത്താണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. എന്തായാലും KKRനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തിൽ അവർ പരാജയപ്പെട്ടു. അതിനുശേഷം അവർ രാജസ്ഥാൻ റോയൽസിനോട് നല്ല രൂപത്തിൽ വിജയിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം മുംബൈ ഇന്ത്യൻസിനോട് വലിയ രൂപത്തിൽ പൊട്ടിത്തകർന്നു. വെറും 116 റൺസ് മാത്രമാണ് ആ കളിയിൽ അവരെടുത്തത്. 12.5 ഓവറുകളിൽ അത് MI അടിച്ചെടുത്തു. പ്രശ്നങ്ങളുണ്ട് എന്ന് KKRൻ്റെ കളിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും തോന്നുന്ന തരത്തിലുള്ളൊരു പ്രകടനമാണ് അവർ നടത്തിയിരിക്കുന്നത്. ബാറ്റിംഗ് ഡീകോക്കും സുനിൽ നരയണും പരാജയപ്പെടുന്നത് കണ്ടു. പിന്നെ വെങ്കടേഷ് അയ്യർക്ക് ഒരു മികച്ച ഇന്നിങ്സ് കളിക്കാൻ കഴിയുന്നില്ല. ആന്ധ്ര റസൽ ഇതുവരെ ഫോമിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. കഴിഞ്ഞ തവണ കിരീടം ചൂടിയ ടീമാണ്. ഇത്തവണ ആ ടീമിനേക്കാൾ ഏറെ പുറകിലാണ് അവരുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ KKR നമ്മുടെ പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്ത് വരുന്നു. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തേക്ക് വരുന്നത് SRH ആണ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ SRH 3ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. SRHനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വലിയ പ്രതീക്ഷ ആരാധകർക്കുണ്ടായിരുന്നു. വെടിക്കെട്ട് പ്രകടനം അവർ തുടരും. എല്ലാ കളികളിലും 300-നടുത്തുള്ള റൺസ് അടിക്കുമെന്നൊക്കെ ഹൈപ്പുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ 200 അടിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ളൊരു പെർഫോമൻസ് അവരിൽ നിന്ന് വരുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കകളുണ്ട്. ഒരു കളി പോലും അവർക്ക് മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞ് പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോഴുണ്ടാക്കുന്നതും. മഹാരഥന്മാരായ ബൗളർമാർ അവർക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നില്ല. മുഹമ്മദ് ഷമിയെ പോലെ, അതുപോലെ നായകൻ പാറ്റ് കമിൻസിനെ പോലെയുള്ളവരുണ്ടായിട്ടാണ് അവർക്ക് ഈ സ്ഥിതിവിശേഷം എന്നതുകൂടി ഓർക്കണം. എന്തായാലും ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്താനുണ്ട് SRH. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്ത് വരുന്നു GT. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 8ാമതുണ്ടായിരുന്ന GT ആണ്. GT ഇപ്പോൾ 5ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. 2 കളികളിൽ നിന്ന് 1 വിജയം 1 തോൽവി. അതാണ് GTയുടെ നിലവിലെ ഒരു അവസ്ഥ. എന്തായാലും MIക്കെതിരെ അവർ മികച്ച വിജയം നേടിയിരുന്ന അവരുടെ അവസാന മത്സരത്തിൽ 36 റൺസിൻ്റെ വിജയം നേടിയിട്ടുണ്ടായിരുന്നു. GTയെ സംബന്ധിച്ചിടത്തോളം മുൻനിരയിൽ അവരുടെ ബാറ്റർമാർ തിളങ്ങുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. സായി സുദർശനും ഗില്ലും മികച്ച രൂപത്തിൽ കളിക്കുന്നു. പിന്നാലെ വന്നിട്ട് ജോസ് ബട്ട്ലറും നന്നായി അടിക്കുന്നു. ഇത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. വരും മത്സരങ്ങളിലും തുടരും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ മുഹമ്മദ് സിറാജ് മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസിദ്ധ് കൃഷ്ണ ഔട്ട്സ്റ്റാൻഡിംഗ് ബൗളിംഗ് പെർഫോമൻസ് നടത്തിയിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ GTക്ക് പ്രതീക്ഷകൾ വർദ്ധിക്കുകയാണ്. അടുത്ത നമ്മുടെ പവർ റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്ത് വരുന്നു മുംബൈ ഇന്ത്യൻസ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ മുംബൈ ഇന്ത്യൻസ് 5ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ ഈ പവർ റാങ്കിങ്ങിൽ മുംബൈ ഇന്ത്യൻസ് മുന്നോട്ട് കയറുന്നു. അവർ 4ാം സ്ഥാനത്തേക്ക് വരുന്നു. അതിൽ നമ്മുടെ ആദ്യ പവർ റാങ്കിങ് ഓർക്കുന്നുണ്ടോ? മുംബൈ 2ാമതായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് അവർ താഴേക്ക് വീണ് 5ാമതായത്. ഇപ്പോൾ അവർ വീണ്ടും മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്. 4ാം സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും മുംബൈയെ സംബന്ധിച്ചിടത്തോളം ബൂംറ കൂടി മടങ്ങിയെത്തുമ്പോൾ അവരുടെ കരുത്ത് വീണ്ടും വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആദ്യ മത്സരങ്ങൾ പരാജയപ്പെട്ടെങ്കിലും വാങ്കഡയിലേക്ക് എത്തിയപ്പോൾ അവരവരുടെ ശക്തി വീണ്ടും പുറത്തെടുക്കുന്നു എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ അവർ കളിച്ച കളി വമ്പൻ വിജയമാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് മേൽ നേടിയിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. വെറും 116 റൺസിന് അവർ KKRനെ ഓൾ ഔട്ടാക്കി. പിന്നെ പൊളിച്ചടുക്കിക്കൊണ്ട് അവർ കളി വിജയിക്കുകയും ചെയ്തു. ബാറ്റ് കൊണ്ട് റിക്കിൾട്ടൻ്റെ മികച്ച പ്രകടനം വന്നിരിക്കുന്നു. അവർക്കിപ്പോൾ ഇനി ആശങ്ക എന്ന് പറയാനുള്ളത് രോഹിത് ശർമ്മയുടെ ഫോമാണ്. അദ്ദേഹം ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്ന് തന്നെ കരുതാം. പിന്നെ അവരുടെ സ്കൗട്ട്സ് കണ്ടെത്തുന്ന ഓരോ താരങ്ങൾ ഓരോ കളിയിൽ മികവ് കാണിക്കുന്നു. വിഘ്നേഷ് പുത്തൂർ, അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അശ്വിനി കുമാർ, അങ്ങനെയുള്ള രഹസ്യായുധങ്ങളാണ് അവരുടെ ഇത്തവണത്തെ മുന്നോട്ട് പോക്കിനെ വലിയ രൂപത്തിൽ സഹായിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്.
പവർ റാങ്കിൽ 3-ാം സ്ഥാനത്ത് DC ആണ്. കഴിഞ്ഞ പവർ റാങ്കിൽ DC 6-ാം സ്ഥാനത്തായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. DC ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് ഉയരുന്നു. മികച്ച പ്രകടനം അവരിൽ നിന്ന് വരുന്നുണ്ട്. വലിയ പ്രതീക്ഷ ഇത്തവണ DCയുടെ ആരാധകർക്കുണ്ട്. അവർ SRHനെ തോൽപ്പിച്ചത് 7 വിക്കറ്റുകൾക്കായിരുന്നു എന്ന കാര്യം ഓർക്കുക. LSGയെ അവർ തോൽപ്പിച്ചിരുന്നു. ഒരു വിക്കറ്റിനായിരുന്നു ആ വിജയം LSGക്ക് മേൽ അവർ നേടിയിരുന്നതെങ്കിൽ SRHനോട് വളരെ കോംപ്രഹെൻസീവായിട്ടുള്ളൊരു വിജയം അവർ നേടി. 7 വിക്കറ്റിൻ്റെ വിജയം. 24 പന്തുകൾ ശേഷിക്കെയാണ് ആ വിജയം അവർ നേടിയെടുത്തത് എന്ന കാര്യം കൂടി നോക്കുക. എന്തായാലും DCയെ സംബന്ധിച്ചിടത്തോളം ജെയ്ക്ക് ഫ്രേസർ മക്കാർക്ക് പതിയെ ആദ്യം ഒന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും പിന്നീട് അദ്ദേഹം മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഫാഫ് ഡു പ്ലസി കഴിഞ്ഞ കളിയിൽ എന്തൊരു പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിരുന്നത്. അഭിഷേക് പോറൽ, സ്റ്റബ്സ് എല്ലാവരും ഫോമിലാണ്. KL രാഹുൽ കൂടി ആ ഒരു മികവിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം അടിച്ചു തുടങ്ങി, പക്ഷേ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ബൗളിങ്ങിലും മികച്ച പ്രകടനം കുൽദീപ് യാദവൊക്കെ തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മിച്ചൽ സ്റ്റാർക്ക് തീ പറക്കുന്ന ബോളുകളുമായിട്ട് കഴിഞ്ഞ തവണ എതിരാളികളെ അരിഞ്ഞു വീഴ്ത്തുന്ന കാഴ്ച. 5 അദ്ദേഹം എടുക്കുന്നു. അപ്പോൾ DCയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീം കോമ്പിനേഷൻ കൃത്യമായിട്ട് ക്ലിക്കാവുന്നു എന്നൊരു തോന്നലാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ പവർ റാങ്കിൽ അവർ 3-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. പവർ റാങ്കിൽ 2-ാം സ്ഥാനത്ത്, കഴിഞ്ഞ പവർ റാങ്കിൽ 2-മതാര അതേ ടീം തന്നെ ഈ പവർ റാങ്കിലും 2-ാം സ്ഥാനത്ത് വരുന്നു. മറ്റാരുമല്ല, RCB. ഇത്തവണ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ചില ലക്ഷ്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് അവരുടെ ബാറ്റർമാരിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ബൗളർമാരും അതിനനുസരിച്ചുള്ള പ്രകടനവുമായിട്ട് മുന്നോട്ട് വരുന്നു. ഇനി ഇന്നത്തെ അവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുന്നത് കാത്തിരുന്ന് കാണാം. അവർ ആദ്യ കളിയിൽ നിലവിലെ ചാമ്പ്യന്മാർ KKRനെ തോൽപ്പിച്ചെങ്കിൽ രണ്ടാമത്തെ കളിയിൽ ചെപ്പോക്കിൽ പോയിട്ട് CSKക്ക് പണി കൊടുത്തിട്ടാണ് വരുന്നത്. അവരുടെ ബാറ്റർമാരുടെ ആ ഒരു തുടക്കം, ഫിൽ സാൾട്ട് തട്ടുപൊളിപ്പൻ ഫോമിലാണ്. കോഹ്ലി മോശമല്ലാത്ത പ്രകടനം നടത്തുന്നു. രജത് പട്ടീദാർ നായകൻ്റെ പ്രകടനം നടത്തുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മികച്ച രൂപത്തിൽ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭുവിയും ഹേസൽവുഡും യാഷ് ദയാലും ഒക്കെ ചേരുന്ന പേസ് ബൗളിംഗ് നിര വളരെ മികച്ചതാണ്. എല്ലാം കൂടി നോക്കുമ്പോൾ അവർക്ക് വലിയ സാധ്യതകൾ ഇത്തവണ പലരും കൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ പവർ റാങ്കിങ്ങിൽ കഴിഞ്ഞ തവണ 1-മതുണ്ടായിരുന്ന ടീം തന്നെയാണ് ഇത്തവണയും 1-മത്. അത് മറ്റാരുമല്ല, PBKS ആണ്. PBKS ആണ് ഇത്തവണത്തെ IPL ഏറ്റവും മികച്ച ടീമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇന്നലെ അവർ GTയെ തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ച കണ്ടില്ലേ. 8 വിക്കറ്റിൻ്റെ വമ്പൻ വിജയമാണ് അവർ സ്വന്തമാക്കിയിരുന്നത്. ആദ്യത്തെ കളിയിൽ PBKS 11 റൺസിനാണ് വിജയിച്ചിരുന്നത്. അന്നും അവർ 243 എന്ന വലിയ സ്കോർ അടിച്ചിരുന്നു. ഈ കളിയിൽ 22 പന്തുകൾ ശേഷിക്കെ അവർ വിജയത്തിലേക്ക് പോയത് 170 ചേസ് ചെയ്തിട്ടാണ്. അപ്പോൾ മികച്ച പെർഫോമൻസ് അവരിൽ നിന്ന് വരുന്നു. പ്രഭ്സിമ്രാൻ സിംഗ് ആണെങ്കിലും അതുപോലെയുള്ള മറ്റു താരങ്ങളാണെങ്കിലും ഒക്കെ നന്നായി കളിക്കുമ്പോൾ എടുത്തു പറയേണ്ട പ്രകടനം വന്നുകൊണ്ടിരിക്കുന്ന നായകൻ ശ്രേയസ് അയ്യരിൽ നിന്നാണ്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ടീമിനെ നയിക്കുന്നത്. സോ നമ്മുടെ ഈ പവർ റാങ്കിങ്ങിലും 1-ാം സ്ഥാനത്തുള്ളത് തീർച്ചയായിട്ടും PBKS ആണ്. വളരെ പെട്ടെന്ന് ഇത്തവണത്തെ പവർ റാങ്കിങ് ഒന്ന് പറഞ്ഞു പോകാം. 1 PBKS, 2 RCB, 3 DC, 4 MI, 5 GT, 6 SRH, 7 KKR, 8 രാജസ്ഥാൻ റോയൽസ്, 9 CSK, 10 LSG. നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.